ആ 10 പാക്കറ്റ് റീഫില്ല് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് എടുക്കാൻ കഴിയുന്ന സംവിധാനം വരും. 6 മാസത്തിനുള്ളിൽ KSRTC സമ്പൂർണ്ണ കമ്പ്യൂട്ടറൈസേഷൻ വരും. അതായത് KSRTCയിൽ ഓരോ 10 സെക്കൻഡിലും കളക്ഷൻ എങ്ങനെ വരുന്നുള്ള കാര്യം KSRTC MDയുടെ മേശപ്പുറത്തിരിക്കുന്ന കമ്പ്യൂട്ടറിൽ ഒറ്റ ഡാഷ്ബോർഡിൽ കാണാൻ പറ്റും. ഇപ്പോൾ ബസ്സുകളെ സംബന്ധിച്ച് ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രദീപ് പറയുമായിരുന്നു, ഒരു പരിഷ്കാരം ഞാൻ പറഞ്ഞു. പണ്ട് ഞാൻ കൊട്ടാരൊക്കെ ചെയ്ത് നോക്കിയതാണ്. ഒരാളെ മേശം കസേരയിട്ട് അവിടെ ഇരുത്തുക, ലൈറ്റ് ഡ്യൂട്ടി കൊടുക്കുന്ന ആളെ ഇരുത്തിയിട്ട് ഈ ബസ്സുകൾ കൃത്യമായി വരുന്നുണ്ടോ, അടുത്തടുത്ത് കയറി വരുന്ന ബസ് ഏതാണെന്ന് എഴുതി വയ്ക്കാൻ പറഞ്ഞു. വളരെ കാര്യമായി നമ്മളിപ്പോൾ മാനുവലാണ് ചെയ്യുന്നത്, അതും കമ്പ്യൂട്ടറിലേക്ക് പോകും. ഇവിടെ ആളെ ഇരുത്തുകയും എല്ലാ സ്റ്റേഷനിലും ആളുകളെ ഇരുത്തി നിയന്ത്രിച്ചപ്പോൾ വരിയായിട്ട് പോകുന്ന വണ്ടിയുടെ എണ്ണം വളരെ കുറഞ്ഞു. അത് മാനുവലാണ് പൂർണ്ണമായിട്ടും. പക്ഷെ കൃത്യസമയത്ത് എത്തുന്നുണ്ടോ, എത്തിയില്ലെങ്കിൽ എന്താ എത്താത്തതെന്ന് ചോദിക്കും. അതുകൊണ്ട് ഏതാണ്ട് ബസ്സുകളെല്ലാം കൃത്യത പാലിച്ചു തുടങ്ങി. ഇപ്പോൾ ഈ കമ്പ്യൂട്ടറൈസേഷൻ പൂർണ്ണമാകുന്നവരെ ഈ മാനുവൽ സംവിധാനം തുടരും. ബസ് കൃത്യസമയത്ത് വരികയും ക്യാൻസലേഷൻ ഒഴിവാകുകയും സുഗമമായ യാത്ര ഒരുക്കുകയും ചെയ്യണം. അപ്പോൾ ഞങ്ങൾ വെള്ളത്തിൻ്റെ ഒരു പരിപാടി തുടങ്ങി. കുടിവെള്ളം ലോങ് ഡിസ്റ്റൻസ് വണ്ടികളിൽ വാട്ടർ അതോറിറ്റി നിർമ്മിക്കുന്ന കുടിവെള്ളം ഇന്നലെ മുതൽ പോയി. കാരണം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച റെഡിയായിരുന്നു. വാട്ടർ അതോറിറ്റിക്കാർ തരാൻ ഒരാഴ്ച എടുത്തു. ഞങ്ങൾ ഒരാഴ്ച മുമ്പ് റെഡിയാണ്. മഴ വരുന്നതിന് മുമ്പ് വേണമെന്ന് ഞാൻ പ്രപ്പോസലോട് പറഞ്ഞിരുന്നു. പക്ഷെ മഴ വന്നുപോയി. എന്നാലും കൊടും ചൂടിൽ ആളുകൾ വെള്ളം കുടിക്കാതെ വിഷമിക്കുകയായിരുന്നു. എന്നാൽ ബസ്സുകളിൽ വെള്ളം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബസ്സിൽ 1 രൂപ വെള്ളം കൊടുക്കുമ്പോൾ 15 രൂപയ്ക്കാണ് 1 രൂപ വെള്ളം കൊടുക്കുന്നത്. പക്ഷേ അപ്പോൾ എന്താണ് കണ്ടക്ടർക്ക് നേട്ടം വെച്ചാൽ കണ്ടക്ടർക്ക് 2 രൂപ കിട്ടും. അപ്പോൾ എന്നോട് പറഞ്ഞു കണ്ടക്ടർക്ക് 2 കൊടുക്കും. ഞാൻ പറഞ്ഞു അത് കണ്ടക്ടർ മാത്രം പോയി, ഡ്രൈവർ എന്തോ കാഴ്ചക്കാരനാണോ, അയാൾക്ക് 1 രൂപ കൊടുത്തേക്കാൻ പറഞ്ഞു. നമുക്ക് ഇതിൽ ലാഭം കുറഞ്ഞാലും കണ്ടക്ടർക്ക് ഒരു കുപ്പിയുടെ പുറത്ത് 2 രൂപയും ഡ്രൈവർക്ക് 1 രൂപയും കിട്ടും. ഡ്രൈവറൊന്നും ചെയ്യേണ്ട, കണ്ടക്ടറാണ് കൊടുക്കുന്നത്. എന്നാലും ഡ്രൈവറെ അവഗണിക്കുന്നത് ശരിയല്ല. കാരണം KSRTCയിൽ ഈ ഡ്രൈവർ എന്ന വിഭാഗത്തിന് പ്രൊമോഷൻ നല്ലപോലെ കിട്ടാറില്ല, അവർക്ക് പല ആനുകൂല്യങ്ങളും ലഭിക്കാറില്ല. അതുകൊണ്ട് ഡ്രൈവർ കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. നമുക്ക് KSRTCക്ക് 1 രൂപയുടെ ലാഭം കിട്ടുന്നത് കുറഞ്ഞാലും കുഴപ്പമില്ല, ഡ്രൈവർക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. തീർച്ചയായിട്ടും പിന്നെ നിങ്ങൾ പറയും, ഇതൊക്കെ പറയുമ്പോഴും കുറച്ച് ആളുകൾ പറയും എന്നാൽ ശമ്പളം കൊടുന്ന് പറയും. ഇന്നൊരു ആശങ്ക വേണ്ട. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നതിന് ശേഷം ഇക്കാര്യത്തിൽ അദ്ദേഹമായിട്ട് ആലോചിച്ച് അദ്ദേഹം ചില പ്രപ്പോസലുകൾ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് KSRTC ജീവനക്കാർക്ക് 1-ാമത്തെ തീയതി അല്ലെങ്കിൽ 1-ാമത്തെ ആഴ്ചയിൽ തന്നെ ശമ്പളം കൊടുക്കാൻ പറ്റുന്നത് പൂർണ്ണമായി എന്ന് ആലോചിച്ച് പറയാൻ അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. ഞങ്ങൾ പല പ്രപ്പോസലുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മടങ്ങിയതിനു ശേഷം അടുത്ത ആഴ്ചയിൽ അദ്ദേഹമായിട്ട് ഇരുന്ന് അദ്ദേഹം ധനകാര്യമന്ത്രി കൂടി അതിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കുകയും KSRTC ജീവനക്കാർക്ക് ഒറ്റയടിക്ക് ശമ്പളം കിട്ടുകയും ചെയ്യും. ഒരു സംശയമാണ്. അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ മുഖ്യമന്ത്രി ഞാൻ മന്ത്രിയായി വന്ന ഉടൻ തന്നെ അദ്ദേഹം എനിക്ക് ആദ്യം നൽകിയ നിർദ്ദേശം ഇവർക്ക് നമുക്ക് എങ്ങനെ ഒരുമിച്ച് ശമ്പളം കൊടുക്കാമെന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിലേതാണ് ഉത്തമമായ കാര്യമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിക്കും. അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ കൃത്യമായി അത് ലഭിക്കും എന്നതിൽ സന്തോഷമുണ്ട്. Gracias.